നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള ജയകുമാർ സാറിന്റെ വീട്ടിലാണ്. 330 വാട്ട്സിന്റെ 15 പോളിക്രിസ്റ്റലൈൻ പാനൽസ് ആണ് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എലിവേറ്റഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പാനൽ ക്ലീനിങ്ങിനും മറ്റുമായി പാത്വേയും ലാഡറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ജയകുമാർ സാറിന്റെ വീട്ടിലാണ്. പുതുതായി സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകും. അത് ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സർ, എത്ര നാളായി വീട്ടിലെ സോളാർ പ്ലാന്റ് ചെയ്തിട്ട്? ഇപ്പോൾ സോളാർ വെച്ചിട്ട് 6 വർഷവും 2 മാസമായി. ഓക്കെ സർ, എങ്ങനെയായിരുന്നു ഈ ഒരു സോളാർ പ്ലാന്റ് വെക്കണം എന്നൊരു ആശയത്തിലേക്ക് എത്താനുള്ള കാരണം? ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തെ എനിക്ക് എൻ്റെ ഒരു ഞാൻ ഇലക്ട്രിസിറ്റിയുമായിട്ട് സംബന്ധമായ ജോലിയായിരുന്നു എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് അന്ന് ഒരുപാട് സോളാർ പാനലുകൾ പലയിടത്തും പല സ്ഥലങ്ങളിലും പബ്ലിക്കിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ ഓഫീസ് വരുമല്ലോ. അത് ഓൺ ഗ്രിഡിലെല്ലാം ഓഫീസിലാണ് നമ്മൾ നേരിട്ട് ഓൺ ഗ്രിഡ് വന്ന് അവർ പിന്നെ ആണെന്നുള്ള ഇപ്പം അവരതിന് ആപ്ലിക്കേഷൻ തന്ന് അങ്ങനെ ഇത് ഒരുപാട് അവിടെ ഞാൻ റിട്ടയറായി അതിന് മുമ്പേ തന്നെ കുറേ കണക്ഷനുകൾ കൊടുത്തപ്പോഴേ എനിക്കൊരാഗ്രഹം. ഞാൻ അങ്ങനെ പലയിടത്തും ചെന്ന് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കിയപ്പോൾ ഓൺ ഗ്രിഡ് എനിക്ക് വെച്ചാൽ കൊള്ളാം എന്ന് മനസ്സിലുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ റിട്ടയറായി ഇവിടെ വന്ന് എൻ്റെ കുറച്ച് പൈസയൊക്കെ എനിക്ക് ബാലൻസ് കിട്ടി. ഒരു 2 വർഷം അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള റോയി എന്ന് പറഞ്ഞ കക്ഷിയെ ഫ്രീ എനർജിയുടെ റോയിയെ കണ്ടുമുട്ടുകയും ഒക്ടോബർ മാസത്തിൽ ഇതിനു മുമ്പേ എല്ലാം റെഡിയാക്കി എനിക്കിത് 5 kW ഇത് സാങ്ഷനായി. എനിക്ക് KCB സാങ്ഷനും എല്ലാം ആയി, പൈസയൊക്കെ അടച്ചു, എനിക്ക് കണക്ഷൻ കിട്ടി. അന്നോട്ട് ഇന്ന് വരെ അതിനെ നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സർ, എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഒക്കെ ഓക്കെ ആണോ? എത്ര കിട്ടുന്നുണ്ട്? എനിക്കൊരു ആവറേജ് ഒരു വർഷം 20 യൂണിറ്റ് കറണ്ട് കിട്ടും ആവറേജ്. ഒരു 18 കുറഞ്ഞിട്ടില്ല. അപ്പോൾ 18 അല്ലെങ്കിൽ 20 കിട്ടും. കാരണം ഞാൻ അത് എല്ലാം ഇങ്ങനെ ഒരു റീഡിങ് എല്ലാം എടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ പറയണം. എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഈ പറഞ്ഞ നെറ്റ് മീറ്ററിൽ പോയി അതൊക്കെ നോക്കാറുണ്ട്, റീഡിങ് നോക്കാറുണ്ട്. നമ്മൾ അതിൽ നോക്കാറുണ്ട്, അത് നമ്മളെ പിന്നെ ഇൻവെർട്ടറിൽ. അപ്പോൾ അതേ കാര്യം നമ്മളും അത് ഒരു ടെക്നിക്കലി നമുക്ക് അറിയാവുന്നതുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അതും നോക്കും. അങ്ങനെ അതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. സർ, പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അതായത് എത്ര തവണ സാറിന് സർവീസ്, പീരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ? വളരെ ഇതേപോലെ ബാറ്ററി ഇതായിട്ടുണ്ട്. അതിന് മുമ്പേ ഒരു ഇൻവെർട്ടർ, ചെറിയ ഇൻവെർട്ടർ താഴെയുള്ളത്. അല്ലാതെ സോളാറിനെ സംബന്ധിച്ച് എനിക്കൊരു പരാതി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓഫീസിനെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ സർ, പുതുതായിട്ട് സോളാർ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സാറിന് എന്താണ് സജസ്റ്റ് ചെയ്യാൻ? കാര്യം 1000 രൂപയ്ക്ക് മുകളിൽ പെർ മന്ത്, ഇപ്പൊ 2000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ഉപയോഗിക്കുന്ന ഏതൊരു ആളിനും സാമ്പത്തികമായിട്ട് കാശുണ്ടെങ്കിൽ സോളാർ വയ്ക്കണം, ഏറ്റവും നല്ലതാണ്. കാരണം അത് നമ്മളെ മൊത്തത്തിലുള്ള ഈ രാജ്യത്തിന് അല്ലെങ്കിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ KCBക്കും എല്ലാം നല്ലതാണ്, നമുക്കും നല്ലതാണ്. കാര്യം പിന്നെ ഇതിന് യാതൊരുവിധ പൊള്യൂഷനും ഇല്ലാത്ത ഒരു കാര്യമാണല്ലോ സോളാർ. അപ്പം അതുകൊണ്ട് സോളാർ ഇതല്ല. പിന്നെ നമുക്ക് ഗ്യാസ് ഇത് കുറയ്ക്കാം. കാരണം നമുക്ക് സുഖമായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ AC വേണമെങ്കിൽ അല്പം AC ഒക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഫാനുകൾ, ഇതെല്ലാം അതേ തന്നെ സാധാരണ നമുക്ക് ഇലക്ട്രിസിറ്റി മറ്റാണെങ്കിൽ ഒരു ലൈറ്റ് ഇട്ടാൽ ഉടനെ പോയി ഓഫ് ചെയ്യണമല്ലോ. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. EV യൂസ് ചെയ്യുന്നുണ്ടോ? EV വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അത് കാര്യം ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഓട്ടം വളരെ കുറവായതുകൊണ്ട്, കാരണം ഒരു 2000 രൂപയെങ്കിലും ഒരു മാസം 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരാൾ ആണെങ്കിൽ യാതൊരു EV ലാഭമാണ്. അല്ലെങ്കിൽ ഈ 3-4 വർഷത്തിനകം ഈ പറഞ്ഞ ബാറ്ററിയുടെ ഇത് പോകുമല്ലോ. അതുകൊണ്ട് ആണ് ഞാൻ എടുക്കാത്തത്. ഞാൻ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാറ് തന്നെ നീ കാറ് പിന്നെ മാറ്റിയിട്ട് എടുക്കണമെങ്കിൽ EV എടുക്കണം. ഓക്കെ സർ, അതുപോലെ നമ്മുടെ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ എനർജിയെ പറ്റിയുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, വളരെ ഈ പരിസരത്ത് തന്നെ നമ്മളിപ്പം തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ അന്വേഷിച്ച്
പുള്ളിയെ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മാമത്ത് നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ്, അഞ്ചെങ്കിലാണ് പുള്ളിയുടെ വീട്. അപ്പോൾ പുള്ളിയും ഒരു ക്വാളിഫൈഡ് ഹാൻഡാണ്. പിന്നെ എനിക്ക് എന്തോ അവിടെ വന്നപ്പോഴേ തന്നെ എനിക്ക് പുള്ളിയെ വളരെ ഇഷ്ടം. പുള്ളിയെ കണ്ട് ഞാൻ സംസാരിച്ച് അങ്ങനെയാണ് പിന്നെ പുള്ളി ഇവിടെ വന്ന് പിന്നെ എല്ലാം ഇതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി തരികയും ചെയ്തു. അതിനുള്ള പൈസയൊക്കെ ന്യായമായിട്ടുള്ള പൈസ, അന്ന് സബ്സിഡിയൊക്കെ ചെറിയ 40,000 അത്രയോ സബ്സിഡി ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ കണക്ക് സബ്സിഡി സ്കീം തന്നെയാണല്ലേ? അതെ അതെ, സബ്സിഡി സ്കീമിൽ തന്നെയാണ് ചെയ്തത്. വളരെ നല്ല രീതിയിലാണ് എനിക്ക് പുള്ളിയെ പറ്റി അഭിപ്രായം പറയാനായിട്ട്. വളരെ എല്ലാം കറക്റ്റായിട്ട് തെറ്റിക്കാതെ നമുക്ക് സമയത്തിന് നമ്മളിപ്പോൾ ഒരു വർക്ക് എടുക്കുമ്പോഴേ ഏതായാലും നമ്മൾ ആ ടൈമിങ്ങിനാണല്ലോ വില. നമ്മൾ അപ്പോൾ ആ പുള്ളി അതെല്ലാം കറക്റ്റിന് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ സാർ, നന്ദി. ഓക്കെ.